എല്ലാവർക്കും നമസ്കാരം. ടാറ്റ എ ലൈഫ് ഇൻഷുറൻസിന്റെ സ്മാർട്ട് ഇൻകം പ്ലസ് പ്ലാൻ SIP പ്ലാൻ എന്നെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 160% ഗ്യാരണ്ടീഡ് റിട്ടേൺ തരുന്ന പ്ലാനാണ്. നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്ലാനാണ് ടാറ്റ എ സ്മാർട്ട് ഇൻകം പ്ലസ് പ്ലാൻ. ഈ പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഈ പ്ലാൻ നോൺ ലിങ്ക്ഡ് പ്ലാൻ ആണെന്ന് പറഞ്ഞു. നോൺ ലിങ്ക്ഡ് പ്ലാൻ എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നില്ല. എല്ലാ എമൗണ്ടുകളും ഗവൺമെന്റ് ബോണ്ട്സിലേക്കായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു. കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇത് പങ്കാളിയാവുന്നില്ല. ഇതിന്റെ റിട്ടേൺ ഗ്യാരണ്ടീഡ് ആയിരിക്കും. എത്ര എമൗണ്ട് ഇടുന്നു, എത്ര എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് ബോർഡിൽ എഴുതി തരും എന്നർത്ഥം. അതുപോലെ തന്നെ 2 ഓപ്ഷൻസ് ആണ് പ്ലാനിനുള്ളത്. ഒന്ന് റെഗുലർ ഇൻകം ഓപ്ഷൻ, അതായത് കൃത്യമായ റെഗുലർ ഇൻകം തരുന്ന ഒരു ഓപ്ഷനും, രണ്ടാമത് എൻഡോമെന്റ്, ലാസ്റ്റ് നമുക്കൊരു എമൗണ്ട്, അതായത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തരിക. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് തരുന്ന റെഗുലർ ഇൻകം ഓപ്ഷനോ എൻഡോമെന്റ് ഓപ്ഷനോ ആണുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടാറ്റ എ സ്മാർട്ട് ഇൻകം പ്ലസ് പ്ലാനിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ്: ഏജ് അറ്റ് എൻട്രി മിനിമം 7 ഇയർ പ്രീമിയം പേയ്മെന്റ് ടേം ആണെങ്കിൽ 3 വയസ്സും, 10 ഇയർ 12 ഇയർ പ്രീമിയം പേയ്മെന്റ് ടേം ആണെങ്കിൽ 30 ദിവസം പ്രായമുള്ള കുട്ടിക്ക് വരെ എൻ്റർ ചെയ്യാം. മാക്സിമം ഏജ് അറ്റ് എൻട്രി 50 ആണ്. മാക്സിമം ഏജ് അറ്റ് മെച്യൂരിറ്റി ആണ് കാണിക്കുന്നത്. പോളിസി ടേം 15 കൊല്ലമാണെങ്കിൽ 65 വയസ്സിൽ പ്ലാൻ തീരും. പോളിസി ടേം 21 വർഷമാണെങ്കിൽ 71 വയസ്സിലും, പോളിസി ടേം 25 വർഷമാണെങ്കിൽ 75 വയസ്സിലും പ്ലാൻ തീരും. ലൈഫ് കവറേജ് എത്ര ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും? 11 ടൈംസ് ഓഫ് ആനുവൽ പ്രീമിയം ആയിരിക്കും ലൈഫ് കവറേജ്. പോളിസി ടേം 7 ഇയർ പേയ്മെന്റ് 15 ഇയർ ടേം ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ 10 ഇയർ പേയ്മെന്റ് 21 ഇയർ ടേം ആൻഡ് 12 ഇയർ പേയ്മെന്റ് 25 ഇയർ ടേം എന്നുള്ള രീതിയിലാണ് വരിക. മിനിമം പ്രീമിയം ഓപ്ഷൻ 1 18,000 ആണ്, ഓപ്ഷൻ 2 36,000 ആണ്. പ്രീമിയം പേയ്മെന്റ് ഫ്രീക്വൻസി ആനുവൽ, ഹാഫ് ഇയർ, ക്വാർട്ടർലി, മന്ത്ലി ആയിട്ട് നമുക്ക് പേ ചെയ്യാൻ സാധിക്കും. ഇതിൽ 2 ടൈപ്പ് റൈഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ. ആക്സിഡന്റ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സം അഷ്യൂർഡ് കിട്ടുന്ന ടൈപ്പ് റൈഡർ നമുക്ക് ആഡ് ചെയ്യാം. ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് കാരണം പെർമനന്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് സം അഷ്യൂർഡ് കിട്ടുന്ന റൈഡറാണ്, ഇത് ആഡ് ചെയ്യാം. വെയ്വർ ഓഫ് പ്രീമിയം എന്നുള്ള റൈഡറും, അതായത് നമുക്ക് നമ്മുടെ പോളിസി അടയ്ക്കുന്ന ആൾക്ക് ഡെത്ത് സംഭവിച്ചാൽ ബാക്കിയുള്ള പ്രീമിയം വെയ്വ് ഓഫ് ചെയ്ത് അത് കമ്പനി അടയ്ക്കുന്ന രീതിയിലുള്ള റൈഡറാണ് വെയ്വർ ഓഫ് പ്രീമിയം. ഈ 2 റൈഡേഴ്സ് നമുക്ക് ഈ പ്ലാനിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റെഗുലർ ഇൻകം 2 ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. റെഗുലർ ഇൻകം ആൻഡ് എൻഡോമെന്റ്. റെഗുലർ ഇൻകത്തിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ റെഗുലർ ഇൻകം മെയിൽ 35 ഇയേഴ്സ് പ്രീമിയം 1 ലക്ഷം അടയ്ക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതിൽ 10 കൊല്ലം പേയ്മെന്റ് അടയ്ക്കുന്നു, 21 കൊല്ലമാണ് ടേം എന്ന് വിചാരിക്കുക. ഇതിൽ 10 കൊല്ലം ഓരോ കൊല്ലവും 1 lakh വെച്ചിട്ട് നമ്മൾ പേ ചെയ്യുന്നു. 11th and 12th ഇയർ കൂളിംഗ് ഓഫ് പീരീഡ് ആണ്. ആ സമയത്ത് പേയ്മെന്റ് അടയ്ക്കേണ്ട. 13th ഇയർ തൊട്ടാണ് നമ്മുടെ ഇൻകം റെഗുലർ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആദ്യം പറഞ്ഞു 160% ആണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത്. 160% 25 ഇയർ ടേമിലാണ്. 21ൽ 140% ആണ് കിട്ടുക. 1.4 lakhs വെച്ചിട്ട് എല്ലാ കൊല്ലവും കിട്ടും 21 ഇയേഴ്സ് വരെ. 21st ഇയറിൽ 296% ഓഫ് നമ്മൾ പ്രീമിയം അടച്ചത് 2.96 lakhs-ഉം പിന്നെ ലാർജ് പ്രീമിയം ബൂസ്റ്റർ എന്നുള്ള ഒരു ബോണസും ഉണ്ട് 59,200 രൂപ. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇൻകം, റെഗുലർ ഇൻകം കിട്ടിയതും നമ്മുടെ ഈ ലാസ്റ്റ് കിട്ടുന്നതായിട്ട് 17,55,200 രൂപ കിട്ടും. ടോട്ടൽ അടയ്ക്കുന്നത് 10 lakh rupees. ഇതാണ് റെഗുലർ ഇൻകം പ്ലാനിന്റെ ഒരു എക്സാമ്പിൾ. ഇനി എൻഡോമെന്റ് എന്നുള്ള ഓപ്ഷനിലാണെങ്കിൽ, അതായത് ലാസ്റ്റ് 2 കൊല്ലമാണ് ഇതിന്റെ റിട്ടേൺ കിട്ടുന്നത്. 10 ഇയേഴ്സ് പേയ്മെന്റ് 21 ഇയർ ടേം. ഒരു മെയിൽ 35 ഇയേഴ്സുള്ള ആൾ എടുക്കുന്നു. പ്രീമിയം 1 lakh, 10 കൊല്ലം പ്രീമിയം 1 lakh വെച്ച് അടയ്ക്കുന്നു. പിന്നെ ആൾക്ക് 20ാമത്തെ കൊല്ലമാണ് അതിന്റെ എൻഡോമെന്റ് ആയിട്ട് എമൗണ്ട് കിട്ടുന്നത്. 10.36 lakhs 20ാമത്തെ കൊല്ലവും, 10.36 lakhs 24ാമത്തെ കൊല്ലവും കിട്ടും. പിന്നെ ലാർജ് പ്രീമിയം ബൂസ്റ്റർ 2ന്റെ കൂടെ 20,700 രൂപ ഉണ്ട്. ടോട്ടൽ നമുക്ക് 21,13,440 രൂപ കിട്ടും. ഗ്യാരണ്ടീഡ് ആണ് ഈ കിട്ടുന്നത്. നമ്മൾ അടയ്ക്കുന്നത് 10 lakhs. അപ്പൊ നിങ്ങളുടെ ഒരു എത്ര എമൗണ്ട് അടച്ചാൽ എത്ര കിട്ടും എന്നുള്ള ഇല്ലുസ്ട്രേഷൻ വേണമെങ്കിൽ എനിക്ക് ഇതിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ ഒക്കെ ലഭിച്ച് എടുത്ത് അയച്ചു തരാവുന്നതാണ്. മറ്റു ചില കാര്യങ്ങളാണ് ഈ പ്ലാനിന്റെ ഗ്രേസ് പീരീഡ്. നമ്മൾ പ്രീമിയം അടയ്ക്കുന്നു, നെക്സ്റ്റ് ഇയർ പ്രീമിയം ഫസ്റ്റ് ഇയർ അടച്ചു, നെക്സ്റ്റ് ഇയർ അടയ്ക്കാൻ നമുക്ക് 30 ദിവസം ഗ്രേസ് പീരീഡ് കിട്ടും. ലാപ്സേഷൻ 2 ഇയർ നമുക്ക് പ്രീമിയം അടച്ചില്ലെങ്കിൽ പ്ലാൻ ലാപ്സ് ആവും. പെയ്ഡ് അപ്പ് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പെയ്ഡ് അപ്പ് ആക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ സം അഷ്യൂർഡ് അതിനനുസരിച്ച് റെഡ്യൂസ്ഡ് ആയിരിക്കും.
നമ്മൾ 10 കൊല്ലം അടയ്ക്കാന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം അടയ്ക്കാന്ന് വെച്ചാൽ 1/5 ആയിട്ട് സം അഷ്യൂർഡ് കുറയും, റെഡ്യൂസ് സം അഷ്യൂർഡ് ആയിട്ട് കുറയും, എല്ലാ ബെനിഫിറ്റ്സും അങ്ങനെ കുറയും. പോളിസി ലോൺ 65% ഓഫ് സറണ്ടർ വാല്യൂ, എത്രയാണോ സറണ്ടർ വാല്യൂ അതിന്റെ 65% നമുക്ക് ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ടാറ്റ എ സ്മാർട്ട് ഇൻകം പ്ലസ് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ടാറ്റയുടെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ബെസ്റ്റ് ലൈഫ് ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യാനോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.